ഞങ്ങളാണ് വിളിച്ച് പറഞ്ഞു ഗ്രേയിന്ന് ഗ്രേയും മഴച്ചേരികളെ കിടന്നു അത് വേഗം വരാണ് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ കിടക്കുവാണ് എടുത്തോണ്ട് ഇറക്കാമല്ലോ അതിനായിരിക്കും അവൻ വന്നത് ഗ്രേയിനുണ്ടായിരുന്നു ഇപ്പം അമ്മ നടന്നത് ഇതിനും മണിക്കണം വലിയ ഗ്രേയിന് ചെറുതായി ഇവിടെ റോട്ടിൽ പിന്നെ കളഞ്ഞു രണ്ട് മാവൂട്ടിയെ കുളിച്ചായിരുന്നു അപ്പം കുഴപ്പമില്ല രണ്ട് മാവൂട്ടിയെ കുളിച്ചായിരുന്നു കുഴപ്പമില്ലെന്നാ പറഞ്ഞത് വയറ് പൊട്ടിപ്പോ അല്ല അവനൊന്ന് ചവിട്ടാനുള്ള ഇപ്പം മറ്റേ ചവിട്ടാനായിട്ട് വെച്ച് കെട്ടിക്കൊടുത്തില്ല വെച്ച് കെട്ടിക്കൊടുത്തോണ്ട് പിന്നെ അവന് ആശ്വാസം മറ്റേ വയറായല്ലേ കിടന്നു മെറ്റാൻ്റെ ബലത്തിൽ ഇറങ്ങി കഴിക്കാണ്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ രാവിലെ അത്തിക്കത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് ഒരു ആഞ്ഞിലിമരം മുറിക്കുന്നതിനിടയിൽ അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് അത്തിക്കയും സാക്ഷ്യം വഹിച്ചത്.
ആഞ്ഞിലിമരം മുറിക്കുന്ന സമയത്ത് ആ മരം മുറിക്കുന്നത് മുകളിൽ കെട്ടിയിറക്കാതെ ആ മരം ഇടയ്ക്ക് വെച്ച് മുറിക്കുകയും വട്ടത്തിൽ നിന്നും ആ മരം തെന്നിമാറി മരം മുറിക്കുന്ന വ്യക്തിയുടെ ദേഹത്ത് അതിനെ പ്രകരം ഏൽക്കുകയും ആ ആഞ്ഞിലിമരം ലൈനിന് മുകളിൽ വീണ് അതിഭയങ്കരമായ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. അയാൾ ഒരുപാട് സമയം ആ തടിയുടെ മുകളിൽ നിന്നും ഇറങ്ങാൻ വയ്യാതെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ സമയത്ത് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി. ഫയർഫോഴ്സ് എത്തിയാണ് അദ്ദേഹത്തെ മരത്തിൻ്റെ മുകളിൽ നിന്നും ഇറക്കി ജീവൻ രക്ഷിച്ചത്. അദ്ദേഹത്തെ റാന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിന് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും അതിഭയങ്കരമായ ഒരു ദുരിതത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ അത്തിക്കയം ഈ ഒരു വാർത്തയുമായിട്ട് നിൽക്കുന്നത്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു. ബാക്കിയുള്ള വിവരം ആശുപത്രിയിലെ അദ്ദേഹത്തിൻ്റെ വിവരം നമ്മൾ തിരക്കുന്നുണ്ട്. മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന പ്രതീക്ഷയോടെ അത്തിക്കയത്ത് നിന്ന് ഈ വാർത്ത അറിയിക്കുന്നു.